ഓ പാവനാത്മാവേ, എന്നിൽ വന്നു നിറയണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ, പുത്തനുണർവെനിക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഉത്ഥാനത്തിൻ്റെ ഈ മഹനീയമായ ദിനത്തിൽ ദൈവമേ, നീ ഞങ്ങളോടൊപ്പമായിരിക്കുന്നല്ലോ, നന്ദി പറയുന്നു. ഉത്ഥാനത്തിൻ്റെ ആനന്ദത്തിലേക്ക്, മഹത്വത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച നല്ല ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, സ്ലിഹന്മാർ പ്രാർത്ഥിച്ചല്ലോ, ആശയറ്റ പ്രതീക്ഷയറ്റ ജീവിതമായി നടന്നു നീങ്ങുന്ന സ്ലിഹന്മാരോടൊപ്പം അങ്ങ് ചേർന്നു അവരെ പഴയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ പുതുജീവിതത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുവാൻ അങ്ങ് അവരോടൊപ്പമായിരുന്നു. എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോയ സ്ലീഹന്മാരിതാ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവനവരെ വിട്ടുപോകുവാൻ ഭാവിച്ചു. അവരിങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ അപേക്ഷിച്ചു, ഇന്ന് ഞങ്ങളുടെ കൂടെ വസിച്ചാലും. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു, അപ്പമെടുത്ത് ആശീർവദിച്ച് ഇതാ അവർക്ക് കൊടുത്തു. അവൻ അപ്രത്യക്ഷനായി വചനം പറയുകയാണ്. അവൻ അവരുടെ കണ്ണിൽ നിന്നും കൺമുൻപിൽ നിന്നും മറഞ്ഞുപോയി. സഭാപിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിക്കും, അവൻ ആ അപ്പത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. ഉദ്ധിതനായ ഈശോ ആ അപ്പത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. ആ ഉദ്ധിതനെ അപ്പമായി ഭക്ഷിച്ച, ദിവികാരുണ്യമായി ഭക്ഷിച്ച സ്ലീഹന്മാർ പറയുകയാണ്, അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അത്രയും നേരം കൂടെ നടന്നവൻ അത് യേശുവാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയത്, ഇതാ അപ്പത്തിലേക്ക് അവൻ അലിഞ്ഞു ചേർന്ന് അവരുടെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ഭാഗമായി അവരോടൊപ്പമായി തീർന്നപ്പോൾ അവർക്ക് പ്രത്യാശ ലഭിച്ചു. അവരിതാ തിരികെ നടക്കുകയാണ്. ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചു പോരുകയാ. പ്രിയമുള്ളവരെ, ഉദ്ധാനം ചെയ്ത ഈശോ ഇതാ അപ്പമായി നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും പുതുജീവിതത്തിന്റെ പ്രത്യാശ പകർന്നു നൽകുവാന്. ദിവികാരുണ്യ ഈശോയെ, ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കുന്നു. സ്ലീഹന്മാരുടെ ഒപ്പമായിരുന്നതുപോലെ ഞങ്ങളുടെ കൂടെ വസിക്കണം. ഇരുകരങ്ങളും നീട്ടി ആഗ്രഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിച്ച്, കൂടെ വസിക്കണേ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടിനെന്നും ഉണ്ടാകണമേ. പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പാടികേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. എല്ലാവരും ഒരിക്കൽ കൂടി സ്വരമുയർത്തി, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പ്രാർത്ഥനയോടെ നമുക്ക് കരങ്ങളൊന്ന് കുപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദ്ധാനം ചെയ്ത ഈശോ ഈ ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഈശോയെ, ഈ 50 ദിനങ്ങളിലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസവും കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവൃത്തികളും ഇതെല്ലാം ഞങ്ങളെ ഇന്നേ ദിനത്തിലെ കൃപയിലേക്കാണ്, പ്രത്യാശയിലേക്കാണ്, ഉദ്ധിതനോടൊപ്പമുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഉദ്ധാനം ചെയ്തവൻ ഇനി അവൻ കല്ലറകളിലില്ല, ഇനി അവൻ കല്ലറയിലില്ല. പക്ഷേ അവൻ മറ്റെല്ലാ സ്ഥലത്തുമുണ്ട്. കല്ലറയിൽ മാത്രമാണ് അവനില്ലാത്തത്. ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവൻ എന്നോടൊപ്പമുണ്ട്. എൻ്റെ പാതയിൽ വിളക്കായി, പാദങ്ങൾക്ക് പ്രകാശമായി അവൻ എൻ്റെ കൂടെയുണ്ട്. അതിനുവേണ്ടിയാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഉദ്ധാനം ചെയ്ത ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ നമ്മളോടൊപ്പമായിരിക്കുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അതിനു വേണ്ടി.
ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കൈപിടിച്ച് നയിക്കുന്ന നിന്റെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങളിതാ നന്ദി പറയുകയാണ്. ഈ ധാരയിൽ നിന്ന്, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ പറയുകയാണ്, തമ്പുരാൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. സങ്കടത്തോടെ കർത്താവിൻ്റെ കല്ലറയെങ്കിലേക്ക് കടന്നു വന്ന മഗ്ദലേന മറിയത്തെ പേര് ചൊല്ലി വിളിച്ചു ഉത്ഥാനത്തിൻ്റെ ആനന്ദത്തിലേക്ക് അവളെ ചേർത്ത് വെക്കുമ്പോൾ ഈശോ അവളോട് പറഞ്ഞു, ഇതാ നീ പോയി എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റ വിവരം അറിയിക്കുക, ഗലീലയിലേക്ക് വരുവാനായിട്ട് അവരോട് പറയുക, അവിടെ വെച്ച് ഞാൻ അവരെ കാണും. തിബേരിയൂസിന്റെ തീരത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഈശോയെ നമ്മൾ വചനത്തിൽ കാണുകയാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷകളും പ്രത്യാശകളും നഷ്ടപ്പെട്ട് തിബേരിയൂസ് കടൽ തീരം ഓർമ്മപ്പെടുന്നതാണ്. അധ്വാനങ്ങളെല്ലാം നിഷ്ഫലമായി തീരുന്ന നിമിഷങ്ങളിൽ എല്ലാം ഉണ്ട്, കൺമുൻപിൽ എല്ലാം ഉണ്ട്, ഭൗതികമായിട്ട് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുവാൻ സാധിക്കാതെ വരുന്ന നിമിഷങ്ങളിൽ ഇതാ നീ ആയിരിക്കുന്നിടത്ത് നിന്ന് നീ തീരത്തേക്കൊന്ന് നോക്കണം. നീ കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കണം. അവിടെ നിനക്കായി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയുണ്ട്. അവൻ ഇപ്രകാരം ഒന്ന് അരുളി ചെയ്താൽ മതി, വള്ളത്തിന്റെ വലതുവശത്ത് വലയെറിയുവിൻ. വല നിറച്ച് മത്സ്യങ്ങൾ കിട്ടി. പ്രിയമുള്ളവരെ, ഈ ഉദ്ധിതൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഈ ദിവ്യകാരുണ്യ ഈശോ ഒരു വാക്കു പറഞ്ഞാൽ മതി, എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ പ്രത്യാശയിലേക്ക് ചേർത്ത് പിടിക്കുവാൻ ശക്തിയുള്ളവനാണ് ആ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാം. കരങ്ങളൊന്ന് യാചന രൂപത്തിൽ പിടിക്കാം. ഇന്നിൻ്റെ വചനമണിക്കൂറിലൂടെ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, നിന്നെ ആ ദൈവം മാറ്റി നിർത്തുകയില്ല. കല്ലറയിങ്കലേക്ക് സങ്കടത്തോടെ കടന്നു വന്ന മഗ്ദലേന മറിയത്തെ പേര് ചൊല്ലി വിളിച്ച് ഉദ്ധാനത്തിന്റെ ആനന്ദത്തിലേക്ക് നയിച്ച ഈശോ പറയുന്നത്, ഈ ഉദ്ധാന രഹസ്യം നീ പോയി പങ്കുവെക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ തമ്പുരാന്റെ ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിൽ ഈ പൊട്ട ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മകനോടും മകളോടും ഓൺലൈൻ ശുശ്രൂഷയിൽ ഇരുന്ന് പങ്കെടുക്കുന്ന മക്കളോട് കർത്താവിന് ഇന്ന് പറയാനുള്ളത്, ഈ ശുശ്രൂഷ കഴിഞ്ഞ് നീ നിന്റെ ജീവിത മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ഉദ്ധാനത്തിന്റെ സന്തോഷം പകർന്നു കൊടുക്കുവാൻ പാകത്തിന് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവിതയാത്രയിലെല്ലാം നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ വഴി നടത്തുവാൻ, പ്രത്യാശയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ തമ്പുരാൻ നിന്റെ കൂടെയുണ്ട്. ആ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്ത് നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധാനത്തിന്റെ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ഇന്നേ ദിനം ഞങ്ങളെ നയിച്ച നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, പ്രത്യാശ ഞങ്ങൾക്ക് പകർന്നു നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അസ്വസ്ഥതകളെ, ഭാരങ്ങളെ, പ്രയാസങ്ങളെ,
അതിജീവിച്ച് പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഉദ്ധിതനായ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ ഉദ്ധാന ദിനത്തിൽ കർത്താവേ, അങ്ങയുടെ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഉദ്ധാനത്തിന്റെ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. മഗ്ദലേന മറിയത്തെ ആശ്വസിപ്പിച്ച് സന്തോഷത്തോടെ പ്രത്യാശയോടെ ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് നയിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉദ്ധാനത്തിന്റെ മഹത്വം പ്രഘോഷിക്കുവാൻ, സാക്ഷ്യമായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ അരുളി ചെയ്യുകയാ, എന്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. പ്രാർത്ഥനയോടെ മുട്ടിന്മേലായിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ്. കർത്താവേ, ഉദ്ധിതനായ ഈശോയെ, അങ്ങ് പകർന്നു നൽകുന്ന സമാധാനമുണ്ടല്ലോ. ഓരോ പ്രാവശ്യവും സ്ലിഹന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അങ്ങ് ആദ്യം ആശംസിച്ചത് സമാധാനമാണല്ലോ. അസ്വസ്ഥമായ മനസ്സുകളെ, ജീവിതങ്ങളെല്ലാം സമാധാനത്തിലേക്ക് നാഥ നയിക്കണമേ. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും, ഭവനങ്ങളിലായിരുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ, പ്രത്യേകമായി ഈ ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ കർത്താവേ, എല്ലാവരും തന്നെ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ്, ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ലഭിച്ച ഈ ആത്മീയ കൃപ, ഉദ്ധിതൻ്റെ പ്രത്യാശ, കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്, അത് ഞങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ്. കർത്താവേ, നോമ്പിലെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഈ ഉദ്ധാനത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ചപ്പോൾ, ഉദ്ധിതനായ ഈശോയെ, ഇനിയുള്ള ജീവിതം നിന്റെ കരം പിടിച്ചാകാൻ, നീ കാണിച്ചു തരുന്ന പാതയിൽ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കല്ലറയിൽ നിന്ന് പുതുജീവിതത്തിലേക്ക് കടന്നു വന്ന ഈശോ അരുളി ചെയ്യുക, ഇനി തമ്പുരാൻ കല്ലറയെങ്കിലല്ല ഉള്ളത്, മറിച്ച് മറ്റെല്ലാ ഇടങ്ങളിലുമുണ്ട്. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലിയിടത്തിൽ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, നീ കടന്നു പോകുന്ന വേളകളിലെല്ലാം, സ്ഥലങ്ങളിലെല്ലാം ഈശോ നിന്റെ കൂടെയുണ്ട്. അതാ കൂടെ ഉണ്ടാകണമേ. നീ നൽകുന്ന സമാധാനം എന്നും ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ മനസ്സിലോർക്കാം, കുടുംബത്തെ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ,
നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ